SPCLbond ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. സൊല്യൂഷൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റൗൾസ് ലോ നമുക്ക് മനസ്സിലായി, ഹെൻറീസ് ലോ ക്ലിയറായി, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞു, അസിയോട്രോപിക് മിക്സ്ചർ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ 3 പ്രധാന പാർട്സാണ് ഉള്ളത്. ഒന്ന് കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ചുള്ള പാർട്ടായിരുന്നു. രണ്ടാമത്തത് റൗൾസ് ലോയും ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഭാഗം അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിസൺ, നമ്മൾ ഈ സൊല്യൂഷൻസിൻ്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്. പക്ഷേ ആ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ, ലായനിയുടെ സവിശേഷതകൾ, സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡയലൂട്ട് സൊല്യൂഷൻസിൻ്റെ ചില പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് colligative properties. അപ്പോൾ എന്താ colligative properties എന്ന് പറഞ്ഞാൽ? colligative properties are the properties of dilute solutions or properties of solutions. Simply properties of solutions which are depending upon എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? The relative number of particles, especially solute particles. Solute particles അതിൽ തന്നെ 2 തരം സൊല്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും നമുക്ക്? വോളറ്റൈൽ ഉണ്ട്, നോൺ വോളറ്റൈൽ ഉണ്ട്. എസ്പെഷ്യലി ഇൻ ദിസ് കേസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സ്. പ്രധാനമായിട്ടും നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് പറയാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദി റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ, പാർട്ടിക്കിൾസിൻ്റെ പ്രകൃതത്തെ, സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി number of particles. Clear ആയല്ലോ? So colligative properties are the properties of solutions which are depending upon the number of particles. Number of particlesനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക? colligative properties എന്ന് പറയുക. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്കവാറും 2 കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കാൻ. പ്രധാനമായിട്ട് ഒന്ന് ഡയലൂട്ട് സൊല്യൂഷൻസ് ആണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ല, മെയിൻലി ഡയലൂട്ട് സൊല്യൂഷൻസ്. രണ്ടാമത്തെ പ്രധാന പോയിന്റ്, ഈ സൊല്യൂഷനിലെ ഒരു കോമ്പോണൻറ്റ്, അതായത് ബി എന്ന കോമ്പോണൻറ്റ്, എയും ബിയും ആണല്ലോ 2 കോമ്പോണൻറ്റ്സ്. അതിൽ എ എന്ന് പറയുന്നത് മിക്കവാറും സോൾവൻ്റ് ആണ്. അത് മിക്കവാറും കേസിൽ വാട്ടറാണ്. ഇവിടെ നമ്മൾ വാട്ടർ സൊല്യൂഷൻ, അക്വ സൊല്യൂഷനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എ ആണ്, എ കോമ്പോണൻ്റ് ആണ്, അത് വാട്ടറാണെന്ന് വിചാരിക്കുക. കോമ്പോണൻറ്റ് ബി എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. ആ സൊല്യൂട്ട് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണെന്നും വിചാരിക്കുക. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോളിഡ് സൊല്യൂട്ട് ആണെന്നും കൂടി സങ്കല്പിക്കുക. അപ്പം 2-3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പോകാൻ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഡയലൂട്ട് സൊല്യൂഷൻസ് ആയിരിക്കും. രണ്ടാമത്തത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തത് അവിടുത്തെ സോൾവെൻറ്റ് മിക്കവാറും കേസിൽ ഏതാണ്? വാട്ടർ ആയിരിക്കും, അത് വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ ഒരു കോമ്പോണൻറ്റ് എ എന്ന കോമ്പോണൻറ്റ് സോൾവെൻറ്റ്, എ ഈസ് സോൾവെൻറ്റ്, ആ സോൾവെൻറ്റ് എന്താണ്? വോളറ്റൈലാണ്. ബട്ട് ബി ഈസ് നോൺ വോളറ്റൈൽ, ദറ്റ് ഈസ് സൊല്യൂട്ട് എന്നുകൂടി മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഡെപ്തിലേക്ക് കിടക്കാൻ പോകുകയാണ്. ദ പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 തിരിക്കാം പ്രധാനമായിട്ട്. ഓരോന്നും നമുക്ക് വെറുതെ ഒന്ന് ആദ്യം മൊത്തത്തിലൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് നമ്മൾ മുന്നേ കണ്ടതാണ്, അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഓർ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. നമ്പർ 2, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റിൽ എലിവേഷൻ ഉണ്ടാവുക, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. നമ്പർ 3, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്. ഫ്രീസിംഗ് പോയിൻറ്റ് കുറയുക, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റിൽ ഡിപ്രഷൻ ഉണ്ടാവുക. നാലാമത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. Osmotic pressure. So ഒന്നുകൂടി, നമ്പർ 1 relative lowering in vapor pressure, number 2 elevation in boiling point, number 3 depression in freezing point, and number 4 osmotic pressure. So 4 types of colligative properties are there. Clear?
4 തരത്തിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അല്ലേ, ഓരോന്നായിട്ട് എടുക്കാം. അതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ച് പോകുന്ന സമയത്ത് ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതെങ്ങനെ കണ്ടുപിടിക്കാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത്, പോരാത്തതിന് മെയിൻ ആപ്ലിക്കേഷൻ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ മാത്തമാറ്റിക്കൽ റിലേഷൻസ് വെച്ചെടുക്കുന്ന ഡെറിവേഷൻസിൽ നിന്നുണ്ടാകുന്ന ആപ്ലിക്കേഷൻ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ ശരിക്കും ചിന്തിച്ചു പോകണം. ചില കേസിൽ ഗ്രാഫ് ഉണ്ടാവും, അത് പഠിക്കണം. ഓക്കെ, പ്രോബ്ലംസ് ധാരാളം വരുന്നൊരു മേഖലയാണത്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് എൻട്രൻസിന് പോയാലും കോമ്പറ്റീവ് എക്സാമിനേഷന് പോയാലും പ്ലസ് ടുവിനും ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരുന്നൊരു ഭാഗമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ടേക്ക് നമ്പർ 1. വാട്ട് ഇസ് ദാറ്റ്? റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. ഓക്കെ, നമ്മൾ ഓർത്ത് നോക്കുക. റൗൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, റൗൾസ് ലോ ഒക്കെ പഠിച്ച സമയത്ത് റൗൾസ് ലോയുടെ ഒരു സെക്കൻഡ് ഡെഫിനിഷൻ നമ്മളെ മനസ്സിലേക്ക് വരണം. ഏതാണ് സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് ഓർത്ത് നോക്കുക. റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്നതായിരുന്നു റൗൾസ് ലോയുടെ സെക്കൻഡ് ഡെഫിനിഷൻ. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കാൻ പോകണം. എന്നാലും ശരി, ഒന്നുകൂടി എന്താണ് ഈ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയാം. ശ്രദ്ധിച്ചിരിക്കുക. ടേക്ക് വാട്ടർ. ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, ഹീറ്റ് ചെയ്യുക. സോ വാട്ടർ മേ ബി ഇവാപ്പറേറ്റഡ്. ശരിയാണ്, വെള്ളം ആവിയാവും. അങ്ങനെ ആവി ക്രിയേറ്റ് ചെയ്തു, വേപ്പർ ക്രിയേറ്റ് ചെയ്തു. വേപ്പർ ക്യാൻ പ്രൊഡ്യൂസ് വേപ്പർ പ്രഷർ. വേപ്പർ അവിടെ എന്തുണ്ടാക്കി? വേപ്പർ പ്രഷർ ഉണ്ടാക്കി. ഈ വേപ്പർ പ്രഷർ ഉണ്ടാക്കിയ ആൾ വാട്ടറാണ്. അത് എ എന്ന കോമ്പോണൻ്റാണ്. ഇവിടെ എ മാത്രമേ ഉള്ളൂ, അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് അത് പ്യുവർ കോമ്പോണൻ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ വേപ്പർ പ്രഷറിന് നമുക്കൊരു നൊട്ടേഷൻ കൊടുക്കാം. വാട്ട് വിൽ ബി ദ നൊട്ടേഷൻ? P0A. What is that? P0A. So what is P0A? P0A is the vapor pressure of the pure component when it is alone. നമ്മൾ പലതവണ പറഞ്ഞതാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് ഇത് P0A. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി അളന്നെടുത്തിട്ടാണ് ഇടുന്നത്, വെറുതെ ഒരു ഇടുകയല്ല. അളന്നെടുത്ത് ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി കോമൺ സോൾട്ട്. So you know common salt. Common salt is a non-volatile solute. You know, it's a non-volatile solute. ആവിയാവാത്ത സൊല്യൂട്ടാണ്. ആവിയാവില്ല, ഉപ്പ് ആവിയാവാത്ത സൊല്യൂട്ടാണ്. അങ്ങനെ ആവിയാവാത്ത, വോളറ്റൈൽ ആവാത്ത, ഇവാപ്പറേറ്റ് ചെയ്യാത്ത ഒരു സൊല്യൂട്ടാണ് കോമൺ സോൾട്ട്. അത് കുറച്ച് ഇട്ടു. വാട്ട് വിൽ ബി ദ റിസൾട്ട്? എന്തായിരിക്കും സംഭവിക്കുക? When this common salt is added to water, the production of vapor decreases. Production of vapor കുറയും. ഈ ആവിയായിട്ട് ഇങ്ങനെ വരികയായിരുന്നു വെള്ളം. ആ സമയത്ത് ഉപ്പ് അതിലിട്ടു. ഉപ്പിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓടി കളിക്കുകയാണ്, ഇങ്ങനെ ഓടി കളിക്കുകയാണ്. ആ സമയത്ത് ഈ കോമൺ സാൾട്ടിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? താഴേന്ന് മേലേക്ക് പൊന്തി വരുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ എനർജി പിടിച്ചെടുത്തു. കൊളൈഡ് ചെയ്യുമല്ലോ, കൂട്ടിയിരിക്കുന്ന സമയത്ത് ആ എനർജി ഇങ്ങ് പിടിച്ചിട്ട് ആ എനർജി നഷ്ടപ്പെട്ട വാട്ടർ പാർട്ടിക്കിൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ അത് താഴേക്ക് തന്നെ അങ്ങ് പോയി. വേപ്പർ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു. സോ വേപ്പർ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുമ്പോൾ വേപ്പർ പ്രഷറും കുറയും. ശരിയല്ലേ? ദാറ്റ് മീൻസ് വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു വാട്ടർ, that is common salt is added to water, വേപ്പർ പ്രഷർ ഡിക്രീസസ്. കിട്ടിയില്ലേ? ഈ കോമൺ സോൾട്ട് വാട്ടറിലിട്ടപ്പോൾ അത് സോൾവൻ്റ് ആണോ? അല്ല, അത് സൊല്യൂഷനായി അല്ലേ? കോമൺ സോൾട്ട് വാട്ടറിലിട്ട് ഡിസോൾവ് ചെയ്താൽ അതിപ്പോൾ എന്താണത്? സൊല്യൂഷനാണ്. അങ്ങനെയുള്ള ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നേരത്തെ വെള്ളം ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലോ കുറവോ? കുറവാണ്. കിട്ടിയില്ലേ? ഈ കുറവാണ് P0A മൈനസ് P. P0A എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വേപ്പർ പ്രഷർ. ആ സോൾവെൻ്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് എന്ത്? P0A. P എന്ന് പറഞ്ഞാൽ എയിൽ വേപ്പർ, പിന്നെ ഇത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് P. ശരിക്കും പറഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആരുടെ വേപ്പർ പ്രഷർ മാത്രമായിരിക്കും? എ ഒറ്റയ്ക്ക് മേലേക്ക് വന്നിട്ടുണ്ടല്ലേ? എ മാത്രമേ ഒറ്റയ്ക്ക് വേപ്പറായിട്ട് വരൂ, ബി വരുമോ? ഇല്ല, എ ഒറ്റയ്ക്ക് വരൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് PA അല്ലേ? ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PA അല്ലേ? അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് എ അല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ടോട്ടൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിൻ്റെ മാത്രം വേപ്പർ പ്രഷറാണെന്ന് സങ്കല്പിക്കണം. പക്ഷെ അത് സൊല്യൂഷൻ ആയ ശേഷമുള്ള വേപ്പർ പ്രഷറാണെന്ന് കൂടി സങ്കല്പിക്കണം. പക്ഷെ P0A എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയ ശേഷമുള്ള വേപ്പർ പ്രഷർ അല്ല. ഈ എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അതിൽ ബി ഇട്ടിട്ടില്ല, കോമൺ സോൾട്ട് ഇട്ടിട്ടില്ല, ഈ എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുണ്ടായ വേപ്പർ പ്രഷറാണ് P0A. ആ P0Aയിൽ നിന്ന്
പി മൈനസ് ചെയ്യുക അല്ലെങ്കിൽ പി എ മൈനസ് ചെയ്യുക. ചില പുസ്തകങ്ങളിൽ പി എ എന്നുള്ളത്, ചില ബുക്കിൽ പി എന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. പി എന്ന് പറഞ്ഞാലോ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, ബട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് സോൾവെൻറ്റ്. ആ സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ അതിൽ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. എ മാത്രമേ ഇവാപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, ബി ഇവാപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ പിക്ക് പകരം പി എന്ന് പറഞ്ഞാൽ മതി. ഇനി അത്രയൊന്നും കൺഫ്യൂഷൻ ആവണ്ട. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പി എന്നിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയാലും മതി. ഓക്കെ, അപ്പോൾ P0A മൈനസ് പി എന്താണത്? ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കുകയാണ്, കണ്ടല്ലോ. ഈ ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? എന്തിനെയാണ് റിലേറ്റ് ചെയ്യുക? ഒറിജിനലി ഉള്ള വേപ്പർ പ്രഷർ ഏതാണ്? വാട്ടറിൻ്റെ വേപ്പർ പ്രഷറാണ്. ദാറ്റ് ഈസ് P0A. അപ്പോൾ P0Aയെ അപേക്ഷിച്ച് എത്ര കണ്ട് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ ഉണ്ടായി? കോമൺ സോൾട്ട് വാട്ടറിലിട്ടപ്പോൾ എത്ര കണ്ട് വേപ്പർ പ്രഷർ കുറഞ്ഞു? വേപ്പർ പ്രഷർ എത്ര കണ്ട് കുറഞ്ഞു? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു P0A. നൗ യു ഗോട്ട് ദ ഇക്വേഷൻ ഓർ ദ ഫോം എങ്ങനെ കിട്ടി? P0A മൈനസ് പി ഡിവൈഡഡ് ബൈ P0A എന്ന് കിട്ടി. ഇതായിരുന്നു റൗൾസ് നമ്മൾ പറഞ്ഞത്, കണ്ടോ? P0A മൈനസ് പി ഡിവൈഡഡ് ബൈ P0A. ഇത് എന്തിന് ഈക്വലാണെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്? അതാണ് ഇക്വേഷൻ. എന്തിന് ഈക്വലാണ്? അത് എക്സ് ബിക്ക് ഈക്വലാണ്. വാട്ട് ഈസ് എക്സ് ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ക്ലിയർ അല്ലേ? കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, കുറച്ച് നമ്മൾ ഇട്ടിട്ടുള്ളൂ, 1 സ്പൂൺ ഉപ്പ് ഇട്ടുള്ളൂ 1 ലിറ്റർ വെള്ളത്തിൽ. അതിനനുസരിച്ചല്ലേ വേപ്പർ പ്രഷർ ഡൗൺ ആവുള്ളൂ. 2 സ്പൂൺ ഉപ്പിട്ടാലോ അതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഡൗൺ ആവും. 10 സ്പൂൺ ഉപ്പിട്ടു അതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഡൗൺ ആവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് വേപ്പർ പ്രഷർ ഡൗൺ ആയി വരിക. കിട്ടിയില്ലേ? അപ്പോൾ ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ അഥവാ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സ് ബിയുടെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എക്സ് ബി എത്രയാണോ അതിനനുസരിച്ചാണ് എന്ത് മാറിയിട്ടുണ്ടാവുക? ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ മാറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഏതാണത്? P0A മൈനസ് പി ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു എക്സ് ബി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ എക്സ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എക്സ് ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പറയുക? എക്സ് ബി ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. ശരിയല്ലേ? എക്സ് ബി ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. എന്താണ് എൻ ബി? എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. കണ്ടോ? കുറച്ചുകൂടി സയൻറ്റിഫിക് ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. എന്താണ് എൻ എ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. വീണ്ടും എൻ ബി അതെന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എൻ എ പ്ലസ് എൻ ബിയിൽ എൻ ബി എത്ര, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്ര, ദാറ്റ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. കിട്ടിയില്ലേ? സോ എക്സ് ബി ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ, പക്ഷേ ഒരു കാര്യം, എൻ എയെ അപേക്ഷിച്ച് റിലേറ്റഡ് ടു ഓർ കമ്പയർഡ് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, എൻ എയെ അപേക്ഷിച്ച് എൻ ബി വളരെ ചെറുതാണ്. കണ്ടല്ലോ, എൻ ബി വളരെ ചെറുതാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി വളരെ ചെറുതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം പഞ്ചസാര ഡിസോൾവ് ചെയ്തു, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്തു. അപ്പോൾ അത് 1 ഗ്രാം കുറച്ചാണ്. 1 ലിറ്ററിനെ അപേക്ഷിച്ച് ഈ 1 ഗ്രാം എന്ന് പറയുമ്പോൾ നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് എൻ എയെ അപേക്ഷിച്ച് നമ്പർ ഓഫ് മോൾസ് ഓഫ് എയെ കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്താണ്? നെഗ്ലിജിബിളാണ്. ഓക്കെ, അപ്പോൾ എൻ എ പ്ലസ് എൻ ബി ഈസ് ഈക്വൽ ടു ഓർ ഈക്വലൻ്റ് ടു എന്തായിരിക്കും? എൻ എ. കണ്ടോ? എൻ ബി നമുക്ക് ഒഴിവാക്കാം. എൻ ബി വളരെ ചെറിയൊരു ഫാക്ടർ ആയതുകൊണ്ട്, ഒരു ഘടകമായതുകൊണ്ട് എൻ ബിനെ മെല്ലെ ഒഴിവാക്കി. അപ്പോൾ എൻ എ പ്ലസ് എൻ ബി ഈസ് കൺവേർട്ടഡ് ടു വാട്ട്? എൻ എ. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? P0A മൈനസ് പി ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ എന്ന് കിട്ടി. കണ്ടോ? എൻ ബി ബൈ എൻ എ. പക്ഷേ വാട്ട് ഈസ് എൻ ബി? എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്മൾ 10th തൊട്ട് പഠിക്കുന്നത് അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഓർ വെയ്റ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് അല്ലേ? വെയ്റ്റ് ഇൻ ഗ്രാം തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റ് ഗ്രാമിൽ തന്നിരിക്കുന്നു, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്
അല്ലേ? ഈ വെയിറ്റ് ഇൻ ഗ്രാമിന് W എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ബിയുടെ വെയിറ്റ്, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പോണൻറ്റ് ബിയുടെ വെയിറ്റ് എങ്ങനെ പറയാം? WB എന്ന് പറയാം. സോ WB/MB, അതാണ് എന്ത്? NB. കിട്ടിയില്ലേ? അപ്പോൾ NA എങ്ങനെ പറയാം? NA = WA/MA. ഇപ്പോൾ ആകെ ഇക്വേഷൻ എങ്ങനെ വന്നു? ഒന്ന് എഴുതി നോക്കാമോ? നോട്ട്ബുക്കും പെന്നും ഉണ്ടല്ലോ അല്ലേ? വെറുതെ ഒന്ന് എഴുതി നോക്കിയേ. P0A minus P divided by P0A is equal to WB/MB the whole divided by WA/MA. കിട്ടിയില്ലേ? അപ്പോൾ P0A minus P divided by P0A is equal to WB/MB the whole divided by WA/MA. ഇനി take the reciprocal of the denominator and multiply. വ്യുൽക്രമം എടുക്കുക, ഛേദത്തിൻ്റെ വ്യുൽക്രമം എടുക്കുക, ഗുണിക്കുക. അപ്പോൾ എങ്ങനെ വരും? P0A minus P divided by P0A is equal to WB/MB ഇൻറ്റു, നേരത്തെ ഡിവൈഡ് ബൈ ആയിരുന്നു, ഇപ്പോൾ ഇൻറ്റു ആയി. എങ്ങനെ വരും? MA/WA. കിട്ടിയില്ലേ? MA/WA. ഓക്കെ. ഇപ്പോൾ ടോട്ടൽ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? P0A minus P divided by P0A is equal to WB/MA the whole divided by MB into WA. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നു, അത് ബോക്സിൽ ഇട്ട് വെക്കുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രോബ്ലം ചോദിക്കും. P0A തരും, P തരും, പിന്നെയോ MB കണ്ടുപിടിക്കാൻ ചോദിക്കും. WA തരും, WB തരും, MA നിങ്ങൾക്കറിയാം. വാട്ടർ ആണെങ്കിൽ മോളിക്കുലർ മാസ് എത്രയായി? 18 ആയിരിക്കും. MB കാണാൻ ചോദിക്കും. മോളിക്കുലർ മാസ് ഓഫ് ദ അൺനോൺ സൊല്യൂട്ട് കാണാൻ ചോദിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് പിന്നെ ചെയ്യാം. കാരണം നമ്മൾ ഒരു ക്ലാസ് തന്നെ ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്തു നിന്നുള്ള മൊത്തം പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് തന്നെ മാറ്റി വെക്കും. ആ ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ മനസ്സിലായോ? അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ P0A minus P divided by P0A is equal to WB/MB into MA/WA. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണല്ലോ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ് MB-യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണേ. എന്താ MB എന്ന് പറഞ്ഞാൽ? മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഇനി MB കണ്ടുപിടിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. P0A നമുക്കറിയാം, P നമുക്കറിയാം, ഇതൊക്കെ പ്രഷറാണ്, ഒക്കെ അളന്നെടുക്കാം, മെഷർ ചെയ്തെടുക്കാൻ പറ്റും. P0A അറിയാം, P അറിയാം, വീണ്ടും ഡിനോമിനേറ്ററിലെ P0Aയും അറിയാം, ബാക്കി തന്നിരിക്കുന്ന വെയ്റ്റ്സ് ഒക്കെ അറിയാം. MB കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ദ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ആൻ അൺനോൺ സൊല്യൂട്ട്. ഒരു അറിയാത്ത, നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരു സൊല്യൂട്ടിൻ്റെ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഏത് ഉപയോഗിക്കും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കും. So what is a colligative property? Property depending upon the number of particles, not depends upon the nature of particles. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞു. Take number 2. What is that? Elevation in boiling points. ബോയിലിംഗ് പോയിന്റിലുണ്ടാകുന്ന എലിവേഷൻ, ഉയർച്ച. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, കൃത്യമായിട്ട് ഉത്തരം പറയണം കേട്ടോ. നമ്മളെ വീട്ടിൽ, നമ്മൾ ഒരിക്കൽ ചോദിച്ചതാണ് എന്നിരിക്കലും ചിലപ്പോൾ അത് കേൾക്കാത്തവരുണ്ടായിരിക്കും. നമ്മളെ വീട്ടിൽ അമ്മ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും കറി വെക്കുന്നു എന്ന് വിചാരിക്കുക. കറി വെക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി, ഒരു വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെയാണ് നമ്മൾ കറി വെക്കുന്നത് വിചാരിക്കുക. ഈ സമയത്ത്, കോവിഡ് സമയത്തൊക്കെ നമ്മൾ സാധാരണ നാടൻ വിഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. അപ്പോഴാണ് വൈറസിനെതിരെ നമ്മളെ ബോഡി ഒരു രോഗപ്രതിരോധ ശേഷിയിലേക്കൊക്കെ വരിക. അപ്പം നാച്ചുറൽ ഫുഡ് കഴിക്കാൻ പരമാവധി ശ്രമിക്കുക. ശരി, എനിവേ, അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന കുമ്പളങ്ങ മുറിച്ചു, എന്നിട്ട് കറി വെക്കാൻ തീരുമാനിച്ചു. കറി വെക്കുന്ന സമയത്ത് കറിയുടെ ഈ ഇപ്പോൾ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കുന്നത്, കുക്കറിലല്ല, അതാദ്യം പറയാം. അപ്പോൾ ആ പാത്രത്തിലേക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടു, അതിലേക്ക് ഉപ്പിട്ടു, മുളകിട്ടു, തേങ്ങ ചേർത്തി, എല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ടാണോ നമ്മൾ തിളപ്പിക്കുക?
വേവിക്കുക, ഈ കഷ്ണങ്ങൾ തിളപ്പിച്ച് വേവിച്ചെടുക്കുക? അല്ല. പിന്നെ എന്ത് ചെയ്യും? ആദ്യം ഈ കഷ്ണങ്ങൾ മുറിച്ച്, പച്ചക്കറീൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് അത് വെള്ളമൊഴിച്ച് അങ്ങനെ തിളപ്പിക്കും, വേവിക്കും. പരമാവധി വെന്തു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കുറേശ്ശെ ഉപ്പിട്ടു പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കിയെടുക്കുക അല്ലേ? എന്താ നമ്മൾ ആദ്യമേ ഉപ്പിടാത്തത് എന്ന് പറയാമോ? അതുപോലെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പായസമാണെന്ന് വിചാരിക്കുക. അരിപ്പായസം അല്ലെങ്കിൽ പരിപ്പ് പ്രഥമൻ ആയിക്കോട്ടെ. അപ്പോൾ ആ പരിപ്പ് ഇങ്ങനെ വേവിച്ചു, അതിന് ശേഷമല്ലേ നമ്മൾ പിന്നെ വെല്ലപ്പാവ് ഒഴിച്ച് അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അല്ലാതെ ആദ്യം തന്നെ ഈ പറഞ്ഞ വെല്ലമൊക്കെ ഇട്ട് വെല്ലവും തേങ്ങാപ്പാലെല്ലാം കൂടി ഒരുമിച്ച് അരിൻ്റെ കൂടി ഇട്ട് എന്നിട്ടാണോ പായസം ഉണ്ടാക്കിയെടുക്കുക? അരി വേവൂല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സോ വാട്ടറിലേക്ക് നമ്മൾ ഈ കോമൺ സോൾട്ട് എന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കുറയുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? വേപ്പർ പ്രഷർ കുറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ എപ്പോഴാണോ ഈ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്യുക, അപ്പോഴല്ലേ ഇത് ബോയിൽ ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു ഓർ ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കണ്ടോ? അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്യണം ഈ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ, അപ്പോഴാണ് ബോയിൽ ചെയ്യുക. പക്ഷേ ഇവിടെ വെള്ളം പെട്ടെന്ന് തിളച്ച് വരും. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രിയാണ് നമുക്കറിയാം, നോർമൽ ലെവലിൽ. അപ്പോൾ പെട്ടെന്ന് തിളച്ച് വന്നു. പക്ഷെ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് കറി വെക്കുമ്പോഴായാലും പായസം വെക്കുമ്പോഴായാലും പഞ്ചസാരയോ വെല്ലം ഇടുന്നതോ ഒക്കെ ഇത് ഉപ്പിടുന്ന പോലെ തന്നെയാണ്. കറിയിൽ ഉപ്പിടുന്ന പോലെ തന്നെയാണല്ലോ പായസത്തിൽ നമ്മൾ വെല്ലമോ പഞ്ചസാരയോ ശർക്കരയൊക്കെ ചേർക്കണത്. അപ്പോൾ അവിടെ ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് നേരത്തെ ചേർത്തിക്കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഡൗൺ ആവും. വെൻ ദ വേപ്പർ പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഇൻക്രീസസ്. എന്താ കാരണം? ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹീറ്റ് കണ്ടൻറ്റ് റൈസ് ചെയ്ത് വന്നിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിൽ ഈക്വലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ വേപ്പർ പ്രഷർ ഡിക്രീസസ്, ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. അത് ശരിക്കും പഠിച്ചു വെക്കുക. വെൻ വേപ്പർ പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. നമ്മൾ റൗൾസിൽ അതിൻ്റെ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസിലും നമ്മൾ പോസിറ്റീവ് ഡിവിയേഷനിലും നെഗറ്റീവ് ഡിവിയേഷനിലും 2 അസിയോട്രോപിക് മെഷർ പഠിച്ച ഓർമ്മയില്ലേ? അവിടെയൊക്കെ നമുക്കറിയാലോ എന്താണ് ലോ ബോയിലിംഗ് അസിയോട്രോപ്പ്, ഹൈ ബോയിലിംഗ് അസിയോട്രോപ്പ്. വേപ്പർ പ്രഷർ കൂടുമ്പോൾ ലോ ബോയിലിംഗ് അസിയോട്രോപ്പ്, വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഹൈ ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പം ബോയിലിംഗ് പോയിൻറ്റും ഈ പറയുന്ന വേപ്പർ പ്രഷർ നമ്മൾ റിലേഷൻ മനസ്സിലായോ? വെൻ വേപ്പർ പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമുക്കിവിടെ ഈ ബോയിലിംഗ് പോയിൻ്റ് ടി എന്ന ഒരു ഇൻഡിക്കേഷൻ കൊണ്ട് സൂചിപ്പിക്കുക, ക്യാപിറ്റൽ ടി. ഈ ക്യാപിറ്റൽ ടി, വെറും ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് ഓർത്തിരിക്കുക. T1 എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നോർക്കുക. T0 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നോർക്കുക. ഈ 0 ആയ ഒറിജിനൽ എന്നോർത്താൽ മതി, O എന്ന് ഓർത്തെടുത്താൽ മതി. TO, T0 എന്നോർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ബോയിലിംഗ് പോയിൻ്റ് സോൾവെൻറ്റ് മാത്രമുള്ളപ്പോൾ, വാട്ടർ മാത്രമാണെന്ന് വിചാരിക്കുക. ആ സോൾവെൻറ്റ് മാത്രമുള്ളപ്പോഴുള്ള ബോയിലിംഗ് പോയിൻറ്റ് T0 ആണെന്ന് ഇരിക്കട്ടെ. സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഇടുക. ഉപ്പ് വെയിറ്റ് എടുത്ത് 2 ഗ്രാം 5 ഗ്രാം വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിൻറ്റ് കൂടിയിട്ടുണ്ടാവുമോ കുറഞ്ഞിട്ടുണ്ടാവുമോ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബോയിലിംഗ് പോയിൻറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും. വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ ഡിക്രീസസ്, സോ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത ബോയിലിംഗ് പോയിൻറ്റ് T1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ. T0 എന്ന് പറഞ്ഞാലോ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സോൾവെൻറ്റ്. ഏതാ വലുത്? ഏതാ ഗ്രേറ്റർ? T1 ഈസ് ഗ്രേറ്റർ. ഓക്കെ, സോ T1 ഈസ് ഗ്രേറ്റർ ദാൻ T0. T1 ഈസ് ഗ്രേറ്റർ ദാൻ T0. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ T1 വലുതാണല്ലോ. അപ്പോൾ T1 എന്ന് T0 വേണേൽ മൈനസ് ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെ വരും? T1 മൈനസ് T0 എന്ന് കിട്ടി. T1 മൈനസ് T0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB. ഡെൽറ്റ TB. ഡെൽറ്റ TBയിലെ B സ്മോൾ b ആണ്, ഓർമ്മ വേണം, ക്യാപിറ്റൽ B അല്ല. അത് ബോയിലിംഗ് പോയിൻ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ TB സ്മോൾ b എന്നിട്ടിരിക്കുക.
ക്യാപിറ്റൽ ബി ഏതാണ്? കോമ്പോണൻറ്റ് ബി ആണ്, മാറിപ്പോയത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. T1 മൈനസ് T0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി. ദിസ് ഡെൽറ്റ ടി ബി ഈസ് കോൾഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. എത്ര ബോയിലിംഗ് പോയിൻറ്റ് റൈസ് ചെയ്തു എപ്പോഴ്? ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റി ഡബ്ല്യു ബി ഗ്രാം വെയിറ്റ്, പിന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് WA ഗ്രാം വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ഇട്ടപ്പോൾ എത്ര കണ്ട് ബോയിലിംഗ് പോയിൻറ്റ് റൈസ് ചെയ്തു? ദാറ്റ് ഈസ് കോൾഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. എത്ര ബോയിലിംഗ് പോയിൻറ്റ് കൂടി? ദാറ്റ് ഈസ് ഡെൽറ്റ ടി ബി. ഈ ഡെൽറ്റ ടി ബി എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഗ്രാഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്താ കാണാൻ കഴിയുന്നത്? അവിടെ T0 ഉണ്ട്, T1 ഉണ്ട്, പിന്നെ വൈ ആക്സിൽ വേപ്പർ പ്രഷറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ നോക്കിയേ കൃത്യമായിട്ട് കാണാൻ കഴിയും. വേപ്പർ പ്രഷർ കൂടുതൽ ഏതിനാണ്? സോൾവെൻറ്റിനാണ് വേപ്പർ പ്രഷർ കൂടുതൽ. കണ്ടോ, സോൾവെൻറ്റിന് വേപ്പർ പ്രഷർ കൂടുതലാണ്. പക്ഷേ ഗ്രാഫ് പോയി നിൽക്കുന്നിടത്ത് നോക്കിയേ അവിടെ ബോയിലിംഗ് പോയിൻറ്റ് കുറവാണ്. പക്ഷേ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവാണ്. കണ്ടോ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവാണ്. പക്ഷേ ആ ഗ്രാഫ് പോയി നിൽക്കുന്നിടത്ത് എവിടേക്കാണ് നോക്കിയേ? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വേപ്പർ പ്രഷർ കുറഞ്ഞു, പക്ഷേ ബോയിലിംഗ് പോയിൻറ്റ് കൂടി. ദ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ദ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ ടി ബി ഓർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഗ്രാഫ് നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ഇക്വേഷൻ? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു T1 മൈനസ് T0. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഡെൽറ്റ ടി ബി അഥവാ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് കൂടി 100ൻ്റെ മേലേക്ക് കൊണ്ടുപോയി ബോയിലിംഗ് പോയിൻറ്റിനെ. ആരാണ് അതിന് കാരണം? കാരണം നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് കാരണം. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോഴല്ലേ വേപ്പർ പ്രഷർ ഡൗൺ ആയത്, അപ്പോഴല്ലേ ബോയിലിംഗ് പോയിൻറ്റ് കൂടിയത്. അപ്പോൾ ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തത് കൊണ്ടാണ് വേപ്പർ പ്രഷർ കുറഞ്ഞത്, അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിൻറ്റ് കൂടിയത്. എങ്കിൽ ഡെൽറ്റ ടി ബി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡെൽറ്റ ടി ബി ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ശരിയല്ലേ? ആ എമൗണ്ട് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എത്രയാണോ അതിനനുസരിച്ചാണ് എന്ത് കൂടിയിട്ടുണ്ടാവുക? ബോയിലിംഗ് പോയിൻറ്റ് കൂടിയിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിലായിരിക്കും? എക്സ് ബി. വാട്ട് ഈസ് എക്സ് ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കൂടിയാൽ എന്ത് കൂടും? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് കുറയും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ബി. കിട്ടിയില്ലേ? ദിസ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ യൂസിങ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് കെ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നത്തെ മാറ്റി. ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ബി എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കണം, ഈ എക്സ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. ശരിയല്ലേ? അതെന്താണത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ഇനി compared to number of moles of A, number of moles of B is negligible. അതും നമ്മൾ പഠിച്ചതാണ്, നേരത്തെ കണ്ടതാണ് അല്ലേ? അതിൽ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ നമ്മൾ കണ്ടതാണ്. എങ്ങനെ? കമ്പയർഡ് ടു എൻ ബി ഈസ് നെഗ്ലിജിബിൾ. കിട്ടിയില്ലേ? അപ്പോൾ ഇപ്പോൾ ഇക്വേഷൻ അങ്ങനെ വന്നു. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ബൈ എൻ എ. റെഡി? പക്ഷേ എൻ ബി ബൈ എൻ എയിൽ എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഡബ്ല്യു ബി ബൈ എം ബി. ശരിയല്ലേ? ഡബ്ല്യു ബി ബൈ എം ബി. അതുപോലെ എൻ എ എന്ന് പറഞ്ഞാലോ ഡബ്ല്യു എ ബൈ എം എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ എങ്ങനെ വരും? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ദ ഹോൾ ഡിവൈഡ് ബൈ ഡബ്ല്യു എ ബൈ എം എ. ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈ. അപ്പോൾ എങ്ങനെ വരും? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു എം എ ബൈ ഡബ്ല്യു എ. റെഡി? എം എ ബൈ ഡബ്ല്യു എ. ഇനി നോക്കിയേ, എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. വാട്ടർ അല്ലേ നമ്മളിവിടെ എടുക്കുന്നത്? വാട്ടർ ആണെന്ന് ഇരിക്കുക. ഇനി ബെൻസിനാണെങ്കിൽ ബെൻസിൻ ഏത് വേണേൽ എടുക്കാം. നമ്മളിവിടെ വാട്ടറാണ് എടുക്കുന്നത്. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 18.
H2Oയുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 18. എങ്ങനെ കിട്ടി? ഹൈഡ്രജൻ്റെ 2 കൂടി 2, ഓക്സിജൻ്റെ 16. അറ്റോമിക് മാസാണ് പറഞ്ഞത്, കണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ 2ഉം 16ഉം, ദാറ്റ് ഈസ് 2 + 16 ഈക്വൽ ടു 18. സോ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഈസ് എ കോൺസ്റ്റൻറ്റ്, കണ്ടല്ലോ. അപ്പോൾ എയും കോൺസ്റ്റൻ്റ് ആണ്, കെയും കോൺസ്റ്റൻ്റ് ആണ്. രണ്ടും കോൺസ്റ്റൻ്റ് ആയപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി ചേർത്തി നമ്മൾ പുതിയൊരു കോൺസ്റ്റൻ്റ് ഇട്ടു, ദാറ്റ് ഈസ് KB. അവിടുത്തെ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി അല്ല, സ്മോൾ ബി ആണ്, ഓർത്തിരിക്കുക കേട്ടോ. KB എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദിസ് KB ഈസ് കാൾഡ് Molal elevation constant or ebullioscopic constant. എന്ത് കോൺസ്റ്റൻറ്റ്? ebullioscopic constant. സോ എന്താണ് ഈ മോളാൽ എന്ന് പറയാൻ കാരണം എന്നറിയാം? നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. MA പോയിന്നിരിക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈക്വൽ ടുൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് MA പോയിന്നിരിക്കട്ടെ. ബാക്കി എന്തൊക്കെയുള്ളത്? WB ഉണ്ട് അല്ലേ, ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഉണ്ട്? MB ഉണ്ട്, പിന്നെയോ WA ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ WB/MB എന്താണത്? NB. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അല്ലേ? NB. ശരി, NB/WA അതെന്താ? അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. ഇപ്പോൾ ഏകദേശം കിട്ടി തുടങ്ങി. ദാറ്റ് ഈസ് മൊളാലിറ്റി. കണ്ടോ, ആ WA എന്ന് പറയുന്നത് 1000 ആണെങ്കിൽ ഇത് മൊളാലിറ്റി ആയി. ഇനി 1000 അല്ലെന്നിരിക്കട്ടെ, ഇൻറ്റു 1000 ഇട്ടാൽ എന്തായി? നമുക്ക് മൊളാലിറ്റി കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഈ WB/MB ഡിവൈഡഡ് ബൈ WA എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റി, സ്മോൾ m ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ മൊത്തം ഇപ്പം എങ്ങനെ വരും? ∆TB = KB × M. KBM ബോക്സിലിടുക, ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോ. ∆TB = KBM. വാട്ട് ഈസ് ∆TB? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. വാട്ട് ഈസ് KB? ebullioscopic constant. ഓക്കെ, വാട്ട് ഈസ് M, സ്മോൾ m? മൊളാലിറ്റി, കണ്ടല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഈ മൊളാലിറ്റി WB/WA ആണ്, WB/MB/WA ആണ്. ശരി, WB/MB ദ ഹോൾ ഡിവൈഡഡ് ബൈ WA ആണ് മൊളാലിറ്റി. പലപ്പോഴും WA 1000 ആയിക്കൊള്ളുന്നില്ല, 800 ഗ്രാം ആവാം, 100 ഗ്രാം ആവാം. പക്ഷെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? 1000 ഗ്രാമിലേക്ക് മാറ്റിയേ പറ്റൂ. അതാണല്ലോ ഡെഫിനിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം? ∆TB = KB × WB × 1000 ഡിവൈഡഡ് ബൈ MB × WA. കണ്ടല്ലോ. സോ യു ഗോട്ട് ആൻ എക്സ്പ്രഷൻ ആവും. ഇനി നോക്കുക, KB അതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ഇടയ്ക്കുണ്ട്, മറക്കരുത്. ഇപ്പോൾ നമുക്ക് ∆TB = എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടുകയാണ്. ∆TB = KB × WB × 1000 ദ ഹോൾ ഡിവൈഡഡ് ബൈ MB × WA. ഇത് കേൾക്കുമ്പോൾ എന്തൊരു സുഖമല്ല. 1000ന് മുമ്പിൽ കിട്ടാലോ. അപ്പോൾ എങ്ങനെ വരും? റൈറ്റ്, ഓക്കെ. ∆TB = 1000 KB WB ഡിവൈഡഡ് ബൈ MB WA. കിട്ടില്ലേ? വൺസ് അഗൈൻ, ∆TB = 1000 KB WB ദ ഹോൾ ഡിവൈഡ് ബൈ MB × WA. ഇപ്പോൾ ∆TB കിട്ടിയിരിക്കുന്നു. വാട്ട് ഈസ് ∆TB? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്സ്. WB ഗ്രാം സൊല്യൂട്ട് WA ഗ്രാം സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തപ്പോൾ എത്ര കണ്ട് ബോയിലിംഗ് പോയിൻ്റ് കൂടി? 1 ഗ്രാം ഉപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് 1 കിലോഗ്രാം വെള്ളത്തിൽ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ, വാട്ടറിൻ്റെ കാര്യത്തിൽ ലിറ്ററും കിലോഗ്രാമും സെയിം ആണേ, ഓർമ്മ വേണേ, ഡെൻസിറ്റി 1 അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഉപ്പിട്ടപ്പോൾ എത്ര കണ്ട് ബോയിലിംഗ് പോയിൻ്റ് കൂടി? വി ക്യാൻ ഗസ്, വി ക്യാൻ കാൽക്കുലേറ്റ്, കണ്ടല്ലോ. ഇനി 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഉപ്പിട്ടപ്പോൾ എത്ര കണ്ട് ബോയിലിംഗ് പോയിൻ്റ് കൂടി? വി ക്യാൻ കാൽക്കുലേറ്റ് വെരി ഈസിലി. ഫോർ ദാറ്റ് ദർ ഇസ് എൻ ഇക്വേഷൻ. ദാറ്റ് ഇക്വേഷൻ ഈസ് ∆TB = 1000 KB WB divided by MB × WA. കിട്ടില്ലേ? Now you got 2 expressions
to calculate the colligative properties. These two expressions are very important. ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഡെൽറ്റ ടി ബി എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലാർ മാസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തതെന്ന് നോക്കണേ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ചോദിക്കും എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും തമ്മിലുള്ള റിലേഷൻ, അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ചെയ്യാം. തൽക്കാലം 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തീർന്നിരിക്കുകയാണ്. ഇനി 2 കൂടി ഉണ്ട്. വി വിൽ മീറ്റ് അഗെയിൻ ലേറ്റർ. താങ്ക് യു.